ഹലോ. ഇന്നത്തെ ക്ലാസ് തുടങ്ങി നമ്മൾ പഠിക്കുന്നത് പവർ സീരീസ് എന്താണെന്നാണ്. പവർ സീരീസും അതിൻ്റെ പല പ്രോപ്പർട്ടീസും അതിൻ്റെ കൺവെർജൻസ് അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. ഇതുവരെ നമ്മൾ കണ്ടിരുന്ന സീരീസിലെ ഓരോ ടേമും ഓരോ കോൺസ്റ്റന്റ് ആയിരുന്നു. പക്ഷേ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നതും സീരീസ് തന്നെയാണ്. പക്ഷേ അതിലെ ഓരോ ടേമിലും നമുക്ക് വേരിയബിൾസ് ഉണ്ടായിരിക്കും. ഓക്കെ, അങ്ങനെയുള്ള സീരീസുകളെ കുറിച്ചിട്ടാണ് ഇനി നമ്മൾ പഠിക്കുന്നത്. അതിൽ തന്നെ ഒരു പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് സീരീസിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്, പവർ സീരീസ്. ഇതിനെ നിങ്ങൾക്ക് ഇങ്ങനെ കാണാം. അതായത് നമ്മൾ പോളിനോമിയൽസ് എന്താണെന്ന് പഠിച്ചിട്ടുണ്ട്. ഒരു പോളിനോമിയലിൽ ഇൻഫിനിറ്റ്ലി മെനി ടേംസ് ഉണ്ടെങ്കിൽ അത് എങ്ങനെ ഉണ്ടാവും, അതുപോലെയാണ് നമ്മുടെ പവർ സീരീസ് ഉണ്ടാവുക. സോ നമുക്ക് വിശദമായിട്ട് പവർ സീരീസിലേക്ക് കടക്കാം. സോ ലെറ്റ് എക്സ് ബി എ വേരിയബിൾ. A power series in X is a series of the form summation n equal to 0 to infinity an x power n, which is when we expand this we will get a naught plus a1x plus a2x square plus a3x cube plus etc. അപ്പോൾ ഇവിടെ ഒരു കാര്യമുണ്ട്, നമ്മൾ എക്സിന് 0 എന്നുള്ള വാല്യൂ വന്നാൽ an x power n എന്നുള്ളതിൽ n equal to 0 വരുമ്പോൾ there will be some 0 raised to 0 form. അത് ശരിക്കും ഒരു ഇൻഡിറ്റർമിനേറ്റ് ഫോം ആണ്. ഫോർ ദ ടൈം ബീയിങ് അസ്യൂം ദാറ്റ് 0 raised to 0 equal to 1. ഓക്കെ, ഇതിലേക്ക് മാറ്റാം. ഞാൻ 0 raised to 0 ഇൻ ജനറൽ 1 ആണെന്ന് പറയുന്നില്ല. ഇവിടെ ഒരു പർട്ടിക്കുലർ കേസ് ആയിട്ട് എ നോട്ട് എന്നുള്ളതിന് നമ്മൾ ജനറൽ ആയിട്ട് എഴുതാൻ വേണ്ടി ഇങ്ങനെ ഒരു എക്സ്പ്രഷൻ യൂസ് ചെയ്യുന്നു എന്നേ ഉള്ളൂ. അതിൽ കൺഫ്യൂഷൻ ഒന്നും ഉണ്ടാവേണ്ട ആവശ്യമില്ല. ഇറ്റ് ഇസ് എ നോട്ട് എക്സ് പവർ എൻ എന്നുള്ളത് എക്സ് ഈക്വൽ ടു 0 ആയാലും എൻ ഈക്വൽ ടു 0 ആയാലും അത് എ നോട്ട് തന്നെയാണ് എന്ന് അങ്ങോട്ട് സങ്കല്പിക്കാം. ഇതാണ് ഒരു പവർ സീരീസിന്റെ ജനറൽ ഫോം എന്ന് പറയുന്നത്. സമ്മേഷൻ എൻ ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി എ എൻ എക്സ് പവർ എൻ വിച്ച് ഇസ് ഈക്വൽ ടു എ നോട്ട് പ്ലസ് a1x പ്ലസ് a2x സ്ക്വയർ പ്ലസ് a3x ക്യൂബ് പ്ലസ് എക്സെട്ര. ഇതിൽ ഓരോ ai's കോൺസ്റ്റൻസ് ആണ്. a0, a1, a2, a3 ഇവരെല്ലാവരും റിയൽ കോൺസ്റ്റൻസ് ആണ്. ഇനി ഒരു പവർ സീരീസ് ഇൻ എക്സ് മൈനസ് സി, ദിസ് വാസ് എ പവർ സീരീസ് ഇൻ എക്സ്. ഇനി നമ്മൾ പഠിക്കുന്നത് എന്താണ് ഒരു പവർ സീരീസ് ഇൻ എക്സ് മൈനസ് സി എന്നാണ്. ദിസ് ഇസ് ഓഫ് ദ ഫോം സമ്മേഷൻ എൻ ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി എ എൻ എക്സ് മൈനസ് സി ദ ഹോൾ പവർ എൻ which is equal to a0 plus a1 into x minus c plus a2 into x minus c square plus a3 into x minus c cube plus etc. Okay. So a power series in x minus c എന്നുള്ളതിന് പകരം നമുക്ക് പവർ സീരീസ് about c എന്ന് പറയാം, പവർ സീരീസ് സെന്റേർഡ് അറ്റ് c എന്നും പറയാം. ഇനി വേറെ ഒരു കാര്യം നമുക്ക് ശ്രദ്ധിക്കാവുന്നത്, ഈ പവർ സീരീസിനെ നമുക്കൊരു ഫംഗ്ഷൻ എന്നുള്ള രീതിയിൽ കൺസിഡർ ചെയ്യാം. So we may consider the power series as a function f defined by the rule f of x equal to summation n equal to 0 to infinity an into x minus c the whole power n. പക്ഷേ ഇവിടെ ഒരു കാര്യമുണ്ട്, നമ്മൾ സാധാരണഗതിക്ക് ഒരു ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ തൽക്കാലം റിയൽ വാല്യൂഡ് ഫംഗ്ഷൻസ് മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്യുന്നുള്ളൂ. ഈ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഒരു റിയൽ നമ്പർ ആവണം, എന്നാലല്ലേ ഇതിനെ നമുക്കൊരു ഫംഗ്ഷൻ എന്ന് വിളിക്കാൻ പറ്റുള്ളൂ. So summation n equal to 0 to infinity an into x minus c the whole power n എന്ന് പറയുന്ന സീരീസ് ഒരു റിയൽ നമ്പർ ആവണം. എക്സിന് നമ്മളൊരു പർട്ടിക്കുലർ വാല്യൂ കൊടുക്കുമ്പോൾ അതൊരു റിയൽ നമ്പർ ആവണം. അങ്ങനെയാണെങ്കിലേ നമുക്ക് ഇതിനെ ഒരു ഫംഗ്ഷൻ എന്ന് വിളിക്കാൻ പറ്റുള്ളൂ. സോ ഈ ഫംഗ്ഷൻ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് അങ്ങനെയുള്ള എക്സുകളിൽ മാത്രമാണ്. സോ ദ ഡൊമെയിൻ ഓഫ് എഫ് ഈസ് ദ സെറ്റ് ഓഫ് ഓൾ എക്സ് ഫോർ വിച്ച് ദ പവർ സീരീസ് കൺവേർജ്. എക്സിന് ഏതൊക്കെ വാല്യൂസ് കൊടുക്കുമ്പോഴാണോ ഈ പവർ സീരീസ് കൺവേർജ് ചെയ്യുന്നത്, അങ്ങനെയുള്ള എക്സുകളിൽ മാത്രമേ നമ്മൾ ഇതിനെ എഫ് ഓഫ് എക്സ് എന്ന് വിളിക്കുന്നുള്ളൂ. ഓക്കെ, ആൻഡ് റേഞ്ച് ഓഫ് എഫ് എന്ന് പറയുന്നത് ഇറ്റ് വിൽ കണ്ടെയ്ൻ ദ സം ഓഫ് ദ സീരീസ് ആസ് എക്സ് varies over the domain of f. In this case we say f is represented by the power series summation n equal to 0 to infinity an x minus c the whole power n. അപ്പം ഞാൻ പറഞ്ഞത് എന്താണ് എന്ന് നമുക്ക് ഒരു എക്സാമ്പിളിൽ കൂടി വിശദമായിട്ട് മനസ്സിലാക്കാം. അപ്പം ഞാനിവിടെ എടുക്കുന്ന പവർ സീരീസ് ഇതാണ്. സമ്മേഷൻ n ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി എക്സ് പവർ n, ദാറ്റ് ഇസ് 1 പ്ലസ് എക്സ് പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് ക്യൂബ് പ്ലസ് എക്സെട്ര. ഓക്കെ,
ഇത് നമുക്കറിയാം ഇതെന്താണ്, ദിസ് ഈസ് എ ജോമെട്രിക് സീരീസ് ആൻഡ് ഇതിന്റെ കോമൺ റേഷ്യോ എന്ന് പറയുന്നത് x ആണ്. നമുക്കറിയാം എപ്പോഴാണ് ഒരു ജോമെട്രിക് സീരീസ് കൺവേർജ് ചെയ്യുക. ദിസ് കൺവേർജസ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് absolute value of x is less than 1. Absolute value of x less than 1 എന്ന് പറയുമ്പോൾ x lies between -1 and 1. x is in open interval -1, 1. Okay. So, അത്രയും ഭാഗത്ത് നമുക്ക് ഈ തന്നിരിക്കുന്ന പവർ സീരീസ്, അതായത് ഓപ്പൺ ഇന്റർവൽ -1, 1 തന്നിരിക്കുന്ന പവർ സീരീസ് കൺവെർജന്റ് ആണ് എന്ന് നമുക്ക് അറിയാവുന്നതുകൊണ്ട് അത്രയും ഭാഗത്ത് നമുക്ക് അതിനെ ഏതോ ഒരു ഫംഗ്ഷൻ ആണ്, അതൊരു ഫംഗ്ഷൻ ആണ്, സം എഫ് ഓഫ് എക്സ് ആണ് എന്ന് നമുക്ക് വിചാരിക്കാം. So that summation n equal to 0 to infinity x power n is a rule for some function f on open interval -1, 1. പക്ഷേ absolute value of x less than 1 ആണെങ്കിൽ ഈ പറയുന്ന സീരീസിന്റെ സം എന്ന് പറയുന്നത് നമുക്ക് എന്താണെന്ന് അറിയാം. കൺവെർജന്റ് ആണെങ്കിൽ ജോമെട്രിക് സീരീസിന്റെ സം എന്ന് പറയുന്നത് a/1 - r ആണ്. ഇവിടെ a ഫസ്റ്റ് ടേം is 1 by 1 minus r is x. So, sum of the series എന്ന് പറയുന്നത് 1/1 minus x ആണ്. So, f of x എന്ന് പറയുന്നത് നമുക്ക് എന്തായിട്ട് എടുക്കാം? f of x equal to 1/1 minus x, where x is in open interval -1, 1. Okay. അപ്പോൾ ഈ ഒരു പോർഷനിൽ മാത്രമാണ് നമ്മൾ ഈ f of x എന്നതിനെ വിളിച്ചിരിക്കുന്നത്. So, we can say that the function represented by the series summation n equal to 0 to infinity x power n is f of x equal to 1/1 minus x, where x is in open interval -1, 1. അപ്പോൾ ഇവിടെ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം, നമ്മൾ വെറുതെ എഫ് ഓഫ് എക്സ് എന്നുള്ള ഫംഗ്ഷനെ കൺസിഡർ ചെയ്യുന്നു എന്ന് വിചാരിക്കുക. ഡൊമെയിൻ ഒന്നും പ്രത്യേകം തന്നിട്ടില്ല. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് 1/1 minus x ആണെങ്കിൽ നമ്മൾ അതിന്റെ ഡൊമെയിൻ, ശരിക്കും ഈ ഫംഗ്ഷന്റെ ഡൊമെയിൻ എന്ന് പറയുന്നത് എക്സ് നോട്ട് ഈക്വൽ ടു 1 ആകുന്ന എല്ലാ റിയൽ നമ്പേഴ്സിനെയും കണ്ടെയ്ൻ ചെയ്യും. നമുക്ക് ഡിനോമിനേറ്റർ 0 ആവാതിരുന്നാൽ മതി. സോ എക്സ് നോട്ട് ഈക്വൽ ടു 1 ആവാതിരുന്നാൽ മതി. സോ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1/1 minus x എന്ന് പറയുന്ന ഫംഗ്ഷന്റെ ഡൊമെയിൻ ശരിക്കും സെറ്റ് ഓഫ് ഓൾ എക്സ് എലമെന്റ് ഓഫ് ആർ വെർ എക്സ് നോട്ട് ഈക്വൽ ടു 1 എന്നുള്ളതാണ്. പക്ഷേ നമ്മൾ എടുത്ത ആ പവർ സീരീസ് ഈ ഫംഗ്ഷനെ റെപ്രസെന്റ് ചെയ്യുന്നത് -1, 1 എന്നുള്ള ഇന്റർവെല്ലിൽ മാത്രമാണ്. ബാക്കിയുള്ളിടത്ത് ഈ പവർ സീരീസ് ഈ ഫംഗ്ഷനെ റെപ്രസെന്റ് ചെയ്യില്ല. ഓക്കെ. സോ outside that interval summation n equal to 0 to infinity x power n diverges from the function 1/1 minus x. ഓക്കെ. ഇനി നമുക്ക് ഇതൊന്ന് ജോമെട്രിക്കലി വ്യൂ ചെയ്യാം. സോ നമ്മൾ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ എടുത്തിരിക്കുന്നത് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1/1 മൈനസ് എക്സ് എന്നുള്ളതാണ് നമ്മുടെ ഫംഗ്ഷൻ. ഓക്കെ. അപ്പോൾ ഇതാണ് 1/1 മൈനസ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ നമുക്ക് കിട്ടുന്നത്. ദിസ് ഇസ് ദ ഫംഗ്ഷൻ 1/1 മൈനസ് എക്സ്. ഓക്കെ. ഇനി നമ്മുടെ പവർ സീരീസ് ഇതിലേക്ക് -1, 1 എന്നുള്ള പോർഷനിൽ ഈ ഫംഗ്ഷനിന്റെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്, ഈ ഫംഗ്ഷനിലേക്ക് കൺവെർജ് ചെയ്യുകയാണ് എന്ന് നമുക്കൊന്ന് ജോമെട്രിക്കലി കാണാം. ഇതിന് ഞാൻ ഉപയോഗിക്കാൻ പോകുന്ന ഐഡിയ സീക്വൻസ് ഓഫ് പാർഷ്യൽ സം എന്നുള്ളതാണ്. ഈ സീരീസിലെ ഓരോ ടേമായിട്ട് സീരീസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സീക്വൻസ് ഓഫ് പാർഷ്യൽ സം ഞാനിവിടെ എടുക്കാൻ പോവാണ്. അപ്പോൾ അവിടെ നോട്ട് ചെയ്യേണ്ട കാര്യം ഇതാണ്, ഇവിടുത്തെ സീക്വൻസ് ഓഫ് പാർഷ്യൽ സം എന്ന് പറയുന്നത് ഓരോന്നും ഓരോ ഫംഗ്ഷൻ ആയിരിക്കും. മുമ്പ് നമ്മൾ Sn എന്ന് പറയുന്നത് ഒരു നമ്പർ ആയിരുന്നെങ്കിൽ ഇവിടെ nth പാർഷ്യൽ സം Sn എന്ന് പറയുന്നത് ഒരു ഫംഗ്ഷൻ ആയിരിക്കും. സോ വാട്ട് വിൽ ബി ദ ഫസ്റ്റ് പാർഷ്യൽ സം, ആദ്യത്തെ ആള് എന്ന് പറയുന്നത് ഞാൻ അതിനെ S1 ഓഫ് എക്സ് എന്ന് വിളിക്കാം. സോ S1 ഓഫ് എക്സ് വിൽ ബി 1. കാരണം 1 പ്ലസ് എക്സ് പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് ക്യൂബ് പ്ലസ് എക്സെട്ര ഇതാണ് നമ്മുടെ ഫംഗ്ഷൻ. സോ ദിസ് ഇസ് S1 ഓഫ് എക്സ്. ഇതാ ഇവിടെ അതിൻ്റെ ഗ്രാഫ് വന്നിട്ടുണ്ട്. ദിസ് ഇസ് നമ്മൾ ആദ്യം വരച്ചത് F1 ആണ്, എഫിൻ്റെ ഗ്രാഫാണ്. ഇത് S1. നൗ S2, രണ്ടാമത്തെ പാർഷ്യൽ സം എന്ന് പറയുന്നത് S2 ഓഫ് എക്സ് വിൽ ബി 1 പ്ലസ്
എക്സ്. സോ ഇവിടെ ബ്ലൂ കളറിൽ കാണുന്നതാണ് നമ്മുടെ S2 എന്ന് പറയുന്നത്. Now the third function S3 of x will be 1 plus x plus x square. So ഇവിടെ ഈ ഓറഞ്ച് കളറിൽ വന്നിരിക്കുന്നതാണ് S3 of x എന്ന് പറയുന്നത്. Now consider S4 of x. S4 of x will be 1 plus x square plus x cube. സോ ഇവിടെ ഈ വയലറ്റ് കളറിൽ വന്നിരിക്കുന്നതാണ് നമ്മുടെ ഇവിടെ കാണുന്നുണ്ട് S4ന്റെ ഗ്രാഫാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇത്രയാവുമ്പോൾ തന്നെ കാണാം -1 1ന്റെ പുറത്ത് -1 1ന്റെ പുറത്ത് നമ്മുടെ ഈ റെഡ് ആണ് നമ്മുടെ F എന്ന് പറയുന്ന ഗ്രാഫ്, റെഡ് കളർ. ഇതിൽ നിന്ന് ഇതും ഈ റെഡ് കളറിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന F എന്ന് പറയുന്ന ഗ്രാഫും മറ്റുള്ളവരും തമ്മിൽ -1 1ന്റെ പുറത്ത് വളരെ അകൽച്ചയിലാണ്. പക്ഷെ -1 1ന്റെ ഉള്ളില് നമുക്ക് കുറച്ചും കൂടി അടുത്താണ്. അപ്പൊ ഇനി ഞാൻ S4, S5, S6 ഇതൊക്കെ വരച്ചു പോവാം. ഞാനൊരു കാര്യം ചെയ്യാം. I will draw S10. S10 of x എന്ന് പറയുന്നത് എന്തായിരിക്കും? 1 plus x square plus x cube plus x to the power 4 plus x to the power 5 plus x to the power 6 plus x to the power 7 plus x to the power 8 plus x to the power 9. ഇതായിരിക്കും നമ്മുടെ. സോ ഇവിടെ ഈ ഗ്രേ കളറിൽ വന്നിരിക്കുന്നതാണ് നമ്മുടെ S10 എന്ന് പറയുന്ന ഫംഗ്ഷന്റെ ഗ്രാഫ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് നോക്കിയാൽ കാണാം ഈ -1 1 എന്നുള്ള പോർഷനിൽ ഇവിടെ നമ്മൾ കണ്ടിരുന്ന ആ റെഡും S10 എന്ന് പറയുന്നത് ഇപ്പോൾ കുറേയും കൂടി നമുക്ക് എഫിൻ്റെ അടുത്തേക്ക് വന്നിരിക്കുകയാണ്. S10 കണ്ടോ, ഇവിടെയൊക്കെ നമുക്ക് റെഡും ഗ്രേയും തമ്മിൽ വലിയ വ്യത്യാസങ്ങളില്ല. ഫംഗ്ഷൻ എഫും ഫംഗ്ഷൻ S10 ആണത്. രണ്ടും തമ്മിൽ വലിയ വ്യത്യാസം ഇല്ലാതെ വന്നിട്ടുണ്ട് ഇവിടെ വരെ. ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോഴാണ് കുറച്ചും കൂടി വ്യത്യാസം വന്നത്. ഇനി നമ്മൾ ഇതിലും വലിയ S100, S1000 FX ഒക്കെ വരച്ചു നോക്കിയാൽ അറിയാം. എനിക്കിപ്പോൾ ഇവിടെ ഇത്രയും ടേംസ് ടൈപ്പ് ചെയ്യുന്നത് ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. വീണ്ടും നിങ്ങൾ ഇതുപോലെ Sn of xകൾ n വലുതാക്കി അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കാണാൻ പറ്റും -1നും 1നും ഇടയിൽ f എന്ന് പറയുന്ന ഫംഗ്ഷന്റെ ഗ്രാഫിന്റെ അടുത്തേക്ക് വരും Snന്റെ ഗ്രാഫ്. പക്ഷെ അതിന്റെ പുറത്ത് ഇവർ തമ്മിൽ ഒരു ബന്ധവുമില്ല. അതുകൊണ്ടാണ് നമ്മൾ അതേ കൺക്ലൂഷനിലാണ് നേരത്തെ എത്തിയത്. ഓപ്പൺ ഇന്റർവൽ -1 1ൽ തന്നിരിക്കുന്ന പവർ സീരീസ് 1/1 - x കൺവേർജ് ചെയ്യുന്നു. പക്ഷെ ഓപ്പൺ ഇന്റർവൽ -1 1ന്റെ പുറത്ത് ഇത് 1/1 - x കൺവേർജ് ചെയ്യുന്നില്ല. അതിൽ നിന്ന് അകന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, സോ പവർ സീരീസിന്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് വരുന്ന ക്ലാസ്സിൽ കടക്കാം.